ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സംസ്ഥാന സർക്കാരിനെതിരെ കോൺഗ്രസ് ആരോപണം ശക്തമാക്കുമ്പോൾ അതേ നാണയത്തിൽ മറുപടി കൊടുക്കാനുള്ള നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ് CPIM. കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ ഉയർത്തിയാണ് ആ നീക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇതിലൂന്നിയുള്ള വിമർശനങ്ങൾ ഇന്നുയർത്തി. അതിനിടെ കേസിലെ SIT അന്വേഷണവും മറ്റൊരു വഴിത്തിരിവിലേക്ക് കടക്കുകയാണ്. അന്വേഷണം സംബന്ധിച്ച് വിമർശനങ്ങളും ആരോപണങ്ങളും ശക്തമാകുന്നതിനിടെയാണ് പുരാവസ്തു മാഫിയയുടെ പങ്ക് കൂടി അന്വേഷിക്കാനുള്ള ഇടപെടൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണം കൃത്യമായാണ് നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേസിൽ പിടിയിലായവരിൽ ഏറെയും കോൺഗ്രസ് ബന്ധമുള്ളവരാണ്. സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ചെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. അടൂർ പ്രകാശിനും ആന്റണിക്കും പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടായത് എങ്ങനെയെന്ന ചോദ്യവും മുഖ്യമന്ത്രി ഉന്നയിച്ചു. മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക്. ഇപ്പോൾ സ്വർണ്ണക്കള്ള കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ പോറ്റി സ്വർണം വിറ്റു എന്ന് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള ഗോവർദ്ധൻ, ഇവർ രണ്ടാളും സോണിയാഗാന്ധിയുമായി ഒപ്പം നിൽക്കുന്ന ചിത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ശബരിമല ഉൾക്കൊള്ളുന്ന പത്തനംതിട്ട MP ആന്റണി, പത്തനംതിട്ട ജില്ലക്കാരനും നിലവിൽ ആറ്റിങ്ങൽ MPയുമായ അടൂർ പ്രകാശ്, അവർ സോണിയാഗാന്ധിയുടെ ഒപ്പം ഉണ്ട്. എന്തായാലും സോണിയാഗാന്ധിയുടെ വസതിയിൽ ഇവരെയും വിളിച്ചു കൊണ്ടുപോകാൻ മാത്രം അടൂർ പ്രകാശിനും ആന്റണിക്കും എന്ത് തരം ബന്ധമാണ് ഇവരുമായിട്ടുള്ളത്? ഈ വാർത്തയിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന D മണി അതാരാണ്? വിഗ്രഹ ഇടപാട് നടത്തുന്നയാളാണ് D മണി എന്നാണ് ചെന്നിത്തല കൈമാറിയ വിവരവും വ്യവസായിയുടെ മൊഴിയും. ശബരിമലയിലെ 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ ചെന്നൈ സ്വദേശി D മണി വാങ്ങിയെന്ന് പറയുന്നു. D മണി എന്ന ദാവൂദ് മണി യഥാർത്ഥ പേരാണോ എന്നതടക്കം സ്ഥിരീകരണം ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. D മണിയുടെ സംഘത്തിലുള്ളവരുമായി ബന്ധപ്പെട്ടതിന് പിന്നാലെയാണ് മൊഴിയെടുക്കാനുള്ള SIT നീക്കം. പുരാവസ്തുക്കൾ അന്താരാഷ്ട്ര കരിഞ്ചന്തയിൽ വിറ്റഴിക്കുന്ന സംഘത്തിന്റെ പങ്ക് വെളിപ്പെടുത്തിയത് രമേശ് ചെന്നിത്തലയാണ്. മലയാളിയായ വിദേശ വ്യവസായിക്ക് വിശദാംശങ്ങൾ അറിയാം എന്നുകൂടി രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തി. സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട 500 കോടിയുടെ ഇടപാട് നടന്നെന്ന് ചൂണ്ടിക്കാട്ടി SITക്ക് കത്ത് നൽകി മൊഴി നൽകാൻ സന്നദ്ധനായ വ്യവസായിയുടെ വിശദാംശങ്ങളും രമേശ് ചെന്നിത്തല കൈമാറിയിട്ടുണ്ട്. ചെന്നിത്തല ആരോപിച്ച പുരാവസ്തു കടത്ത് ആരോപണം വ്യവസായി ശരിവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. 500 കോടിയുടെ ഇടപാട് നടന്നതിന്റെ വിവരങ്ങൾ SITയെ അറിയിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി 4 പഞ്ചലോഹ വിഗ്രഹം കടത്തി എന്ന വിവരവും പങ്കുവച്ചു. D മണി പുരാവസ്തു കടത്ത് സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വ്യവസായി കൈമാറി. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലയായി ശബരിമലയിലെ ഒരു ഉന്നതൻ പണം വാങ്ങി എന്നും വെളിപ്പെടുത്തി. വിഗ്രഹത്തിന് പണം കൈമാറിയത് 2020 ഒക്ടോബർ 26 തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ചാണ് എന്നും പറഞ്ഞു. സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയും ബല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനും അറസ്റ്റിലായത് നിർണായകമായി. ശബരിമലയിൽ നിന്ന് കടത്തിയ ദ്വാരപാലക ശില്പപാളികൾ പോറ്റിയെത്തിച്ചത് സ്മാർട്ട് ക്രിയേഷൻസിലാണ്. ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്തത് സ്മാർട്ട് ക്രിയേഷൻസാണ്. വേർതിരിച്ച സ്വർണം വാങ്ങിയത് സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധനാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT ഫലപ്രദമായ അന്വേഷണം നടത്തിയില്ലെന്ന് നേരത്തെ ഹൈക്കോടതി വിമർശിച്ചു. കുറ്റവാളികളെ വേർതിരിച്ച് കാണരുത്, അന്വേഷണം വൻ സ്രാവുകളിലേക്ക് കൂടി നീങ്ങേണ്ടതില്ലേ എന്നൊക്കെ കോടതി ചോദിച്ചിരുന്നു. KP ശങ്കർദാസ്, N വിജയകുമാർ എന്നിവരുടെ പങ്കാളിത്തം അന്വേഷിക്കാത്തതിൽ കോടതി രൂക്ഷ വിമർശനവും നടത്തിയിരുന്നു. ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ബെഞ്ച് ഒപ്പം ചെമ്പ് പാളികളെന്ന് രേഖപ്പെടുത്തിയത് സ്വർണം തട്ടിയെടുക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്നുള്ള കുറ്റപ്പെടുത്തലും അതിനൊപ്പമുണ്ടായിരുന്നു. അനു VS ചേരുന്നുണ്ട് ഈ വാർത്തയെ വിശകലനം ചെയ്യാൻ. അനു, എന്തായാലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ള എന്നത് നമ്മൾ വിചാരിച്ച തലത്തിനപ്പുറത്തേക്ക് വളർന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമ്മൾ തന്നെ ആദ്യം കരുതിയത് ഇപ്പം 4.5 കിലോ സ്വർണം എന്ന് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇന്നും പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ 4.5 കിലോ സ്വർണ്ണമല്ല അത്. സ്വർണത്തിൻ്റെ അളവ് കുറവാണെന്ന് നമുക്കറിയാം. പക്ഷേ അവിടെ എത്ര സ്വർണം നഷ്ടപ്പെട്ടാലും അതിൻ്റെ മൂല്യം എന്നത് നമുക്കങ്ങനെ ചുരുക്കി കാണിക്കാൻ കഴിയാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വർണം നഷ്ടപ്പെട്ടതിൽ ഇപ്പോഴത്തെ രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലും ഇപ്പോൾ D മണി എന്ന പുതിയ താരത്തിലേക്കുള്ള അവതാരത്തിലേക്കുള്ള അന്വേഷണവുമൊക്കെ ഏത് വഴിക്ക് നീങ്ങാനാണ് സാധ്യത? ഹർഷൻ സൂചിപ്പിച്ച് തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ 450 അല്ലെങ്കിൽ 4.5 കിലോ സ്വർണം എന്നുള്ളതൊന്നും ഇല്ല. പക്ഷേ ശബരിമലയിൽ ഉള്ള ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ മൂല്യം നമുക്ക് അങ്ങനെ ഏതെങ്കിലും കുറച്ച് കാണുകയോ നമുക്ക് മൂല്യം നിശ്ചയിക്കാനോ കഴിയില്ല. കാരണം ശബരിമലയിൽ കെട്ടുന്ന അല്ലെങ്കിൽ ശ്രീകോവിലിന് സമീപം കെട്ടുന്ന മണികൾ പോലും കെട്ടി നിമിഷാർത്ഥങ്ങൾക്കകം വലിച്ചെടുത്തോട്ട് പോകുന്ന അയ്യപ്പന്മാർ നമ്മൾ കാണുന്ന ശബരിമലയിൽ റിപ്പോർട്ട് ചെയ്യാൻ പോയ എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ദ്വാരപാലക ശില്പങ്ങളിലെയോ അല്ലെങ്കിൽ
വട്ടളപ്പാളികളിലെയോ സ്വർണം ഈ 500 കോടിക്കോ ഇനി 1000 കോടിക്കോ വരെ വിൽക്കാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഒരു സാധ്യതയാണ്. അതാണ് രമേശ് ചെന്നിത്തല വളരെ കൃത്യമായി ഉന്നയിക്കുന്ന കാര്യം. കാരണം ശബരിമലയിൽ നിന്ന് ഈ പറയുന്ന സ്വർണവും ശില്പങ്ങളും പോയതിന് പിന്നിൽ വലിയ രാജ്യാന്തര ഈ പുരാവസ്തു കടത്ത് സംഘവുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല ഉന്നയിച്ച കാര്യം. അതിന് അദ്ദേഹം കൃത്യമായ ചില മൊഴികൾ, തെളിവുകളല്ല മൊഴികൾ നൽകിയിട്ടുണ്ട്. ഒരു വ്യവസായിയുടെ പേരും പറഞ്ഞു, ആ വ്യവസായിയുടെ മൊഴിയും പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തി. അവിടെയാണ് ഡി മണി എന്ന് പറയുന്ന ചെന്നൈ സ്വദേശിയുടെ ഒരു പേര് അവിടേക്ക് എത്തുന്നത്. ഇയാളെക്കുറിച്ച് പോലീസ് കൂടുതലായി അന്വേഷിച്ചു. ഇയാൾ ദാവൂദ് മണി എന്നറിയപ്പെടുന്ന ചെന്നൈയിലെ വലിയ ഈ പുരാവസ്തു ഇടപാടൊക്കെ നടത്തുന്ന ഒരു ഇടപാടുകാരനാണ്. അപ്പോൾ സ്വാഭാവികമായി അങ്ങനെ ഒരാൾ ഉണ്ട് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയും അയാളുടെ മൊഴി എടുക്കാനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നോ നാളെയോ മൊഴി എടുക്കുമെന്നാണ് അന്വേഷണ സംഘവുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഡി മണിയുടെ മൊഴിയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഈ 2020 ഒക്ടോബർ 26-ാം തീയതിയാണ് തിരുവനന്തപുരത്ത് വെച്ച് ഈ ഇടപാട് നടത്തുന്നത്. അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതിയായ ആൾ തന്നെയാണ് ഇടനിലക്കാരൻ. പക്ഷേ ശബരിമലയിലെ ഒരു ഉന്നതൻ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആരാണ് ഈ ഉന്നതൻ? അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ ഉന്നതൻ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ഉന്നതൻ ആരാണ് എന്നുള്ള ചോദ്യം അവിടെ ഏറ്റവും പ്രസക്തമായി ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമാണ്. ആ ഉന്നതൻ അപ്പോഴാണ് നമുക്കറിയാം പത്മകുമാറിൻ്റെയൊക്കെ വാക്കുകളിൽ ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് കൊണ്ടുവന്നയാൾ എന്ന ചോദ്യം CPM അല്ലെങ്കിൽ പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടെ ഉള്ളത്. ഇവിടെ നമുക്ക് കഴിഞ്ഞ 2 ദിവസങ്ങളായി ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുള്ള രാഷ്ട്രീയ നേതൃത്വം ആരാണ് എന്ന് തുറന്നു കാട്ടുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി CPM നേതൃത്വം ചെയ്യുന്നത്. അപ്പോൾ സോണിയാഗാന്ധി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആന്റണി ആയിക്കോട്ടെ, അടൂർ പ്രകാശ് ആയിക്കോട്ടെ, അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും ഈ സ്വർണം വാങ്ങി എന്ന് പറയുന്ന റൊദ്ധം, ബാംഗ്ലൂരിലെ ബെല്ലാരിയിലെ റൊദ്ധം ജ്വല്ലറി ഉടമ ഗോവർദ്ധനുമായി ബന്ധമുള്ള രാഷ്ട്രീയ നേതൃത്വം ഏതാണ് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ CPM നേതൃത്വം പ്രധാനമായി ഉന്നയിക്കുന്നത്. അത് കോൺഗ്രസ് ആണ് എന്നുള്ള അവരുടെ വാദം അവർ വളരെ രാഷ്ട്രീയ ആയുധമായി തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളായി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഹർഷൻ. ഒരു മോഷണ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തൊണ്ടി മുതലിൻ്റെ കണ്ടെത്തലാണ്. ഈ തൊണ്ടി മുതൽ ഈ ഗോവർദ്ധൻ 470 ഗ്രാം സ്വർണം ഈ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് അയാൾ കൊണ്ടുവന്ന് തന്നതാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന പങ്കജ് ഭണ്ഡാരി 109 ഗ്രാം സ്വർണം അങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുത്തതാണ്. പക്ഷേ ഇവർക്ക് ഇതുവരെയ്ക്കും ഈ തൊണ്ടി മുതൽ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യത്തിൽ ഈ അന്വേഷണം ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കേസ് ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഫോളോ ചെയ്യുമ്പോൾ അതിനിടെ ഈ പറയുന്ന പത്മകുമാറിൻ്റെ കാലത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളായ വിജയകുമാറിനെയും KP ശങ്കർദാസിനെയും ചോദ്യം ചെയ്യാനുള്ള നീക്കം അന്വേഷണ സംഘം നടത്തുന്നുമുണ്ട്. ഇവിടെ CPM ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് പ്രസക്തിയുമുണ്ട്. കാരണം ആരാണ് സോണിയാഗാന്ധിയുമായും അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പങ്കജ് ഭണ്ഡാരിയെയും അടൂർ പ്രകാശിനെ അല്ലെങ്കിൽ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അടുപ്പിച്ചു കൊടുത്തത് എന്നുള്ള ചോദ്യം അവർ ഉന്നയിക്കുന്നത് കൃത്യമായും ഒരു രാഷ്ട്രീയ മുന വെച്ചുകൊണ്ട് തന്നെയാണ്. ഹർഷൻ, അനു, ഇതിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്, ഈ പറയുന്ന KP ശങ്കരദാസും ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടാനിരിക്കുന്ന മറ്റ് ദേവസ്വം ബോർഡ് അംഗങ്ങളോ അല്ലെങ്കിൽ പത്മകുമാറോ അതിന് മുമ്പുണ്ടായിരുന്ന ഏതെങ്കിലും ദേവസ്വം ബോർഡ് അംഗങ്ങളോ ഒക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെടുന്നതിന് മുൻപ് അവിടെ ബന്ധമുള്ള ഒരാളാരാണ്? അത് തന്ത്രിയാണ്, അല്ലെങ്കിൽ തന്ത്രി കുടുംബമാണ്. ഒരൊറ്റയാൾ ആ വഴിക്ക് ചർച്ച കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല എന്നതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ പോലും ആ വഴിക്ക് ചർച്ച പോകുന്നത് തന്ത്രപരമായി ഒഴിവാക്കി പോകുന്നു എന്നതൊരു യാഥാർത്ഥ്യമായി നമുക്ക് മുന്നിലുണ്ട്. കാരണം എല്ലാ കാലത്തും, അതായത് 2004 ശബരിമലയിൽ എത്തിയതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അതിനുശേഷം സംശയകരമായ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചു. വാജിവാഹനം, അതിൻ്റെ മുകളിലുള്ള ഗരുഡ രൂപമുണ്ടല്ലോ, വാജിവാഹനം, അത് ഈ തന്ത്രിയുടെ കയ്യിലായിരുന്നു എന്നത് നമ്മൾ തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യമല്ലേ. പക്ഷേ അവിടേക്ക് ഒരു സംശയമോ അന്വേഷണമോ പോകുന്നില്ല. ജസ്റ്റിസ് ബദറുദ്ദീന് പോലും അന്വേഷിക്കാൻ തോന്നുന്നത് അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ തോന്നുന്നത് ശങ്കരദാസിനെയാണ്. ഈ യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട്. മാത്രമല്ല SITയുടെ അന്വേഷണം നടക്കുന്നത് 2-അംഗ ബെഞ്ചിൻ്റെ നിരീക്ഷണത്തിലാണ്. ആ അന്വേഷണം അതിൽ നിന്ന് വഴിതിരിച്ചു വിടുന്ന തരത്തിൽ തന്നെയാണോ കോടതിയിൽ നിന്ന് പോലും ഒരു പരാമർശമുണ്ടായത് എന്ന, ഹൈക്കോടതിയുടെ പരാമർശം ഉണ്ടായതെന്ന സംശയവും ചർച്ചയും സമാന്തരമായി വേറെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ സത്യങ്ങളൊന്നും വിളിച്ചു പറയാനോ ഇത് ചോദ്യങ്ങളായി ഉന്നയിക്കാനോ ആരും തയ്യാറാവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആ വഴിക്ക്
അല്ലെങ്കിൽ തന്ത്രിയിൽ നിന്ന് കൂടുതൽ അറിയേണ്ടതുണ്ട്? അതായത് ഇപ്പോൾ ഈ എന്താണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? അവിടെ നിന്ന് കൂടുതൽ പഞ്ചലോഹ വിഗ്രഹങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ള വെളിപ്പെടുത്തലോ ചർച്ചയോ ഉണ്ടാകുന്നു. ആ വഴിക്ക് SITയുടെ അന്വേഷണം പോകുന്നു, ചോദ്യം ചെയ്യലുണ്ടാകുന്നു എന്നതൊക്കെയാണ്. അങ്ങനെ പഞ്ചലോഹ വിഗ്രഹം അവിടെ നിന്ന് കാണാനായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വാജിവാഹനം അടക്കം കണ്ടെത്തിയ സാഹചര്യമുണ്ടല്ലോ, അല്ലെങ്കിൽ അത് തിരിച്ചേൽപ്പിക്കാൻ ഞാൻ തയ്യാറാണെന്ന് തന്ത്രി പറയുന്ന സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒഴിവാക്കപ്പെടുന്നതൊക്കെ തന്ത്രിക്ക് കൈവശം വെക്കാനുള്ള അധികാരമുണ്ടെന്ന് തന്ത്രി തന്നെ വെളിപ്പെടുത്തിയത് നമുക്ക് മുന്നിലുള്ള സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വിഷയത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തണ്ടേ? ഒരാൾക്കും ഇതൊന്നും ചോദിക്കാനില്ല എന്ന് പറയുന്നത് എന്ത് വിചിത്രമായ ഒരവസ്ഥയാണോ? ഹർഷൻ പറഞ്ഞു വന്നാൽ തന്നെയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നോക്കൂ, 2019 ആദ്യമായി ഈ ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയപ്പോൾ KS ബൈജു ഉൾപ്പെടെയുള്ള അവിടുത്തെ ജീവനക്കാരനെ അറസ്റ്റ് എന്തുകൊണ്ടാണ്? ഈ അവിടെ ഇല്ലാതിരുന്നിട്ട് അവിടെ ഈ പറയുന്ന മിനിറ്റ്സിൽ ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെ ഒപ്പിട്ട് കൊടുത്ത ഒരു വ്യക്തിയാണ് അന്നത്തെ തന്ത്രി. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഈ വാജിവാഹനം എങ്ങനെയാണ് ഈ തന്ത്രിയുടെ കയ്യിലേക്ക് എത്തിയത്? ഈ പറയുന്ന വലിയ 500 കോടിയുടെ കച്ചവടം എന്ന് പറയുന്ന കച്ചവടത്തിൽ ശബരിമലയിലെ ഉന്നതൻ ആരാണ്? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയേണ്ട ചിലർ ഉണ്ട്. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കൊണ്ടുവന്നതാരാണ്? ഇവിടെ ആ പോറ്റി അറിയാതെ അല്ലെങ്കിൽ ഈ തന്ത്രി അറിയാതെ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമോ? ഇവിടുത്തെ ഫയൽ മൂവ് ചെയ്തത്, അതായത് ആദ്യമായി ദ്വാരപാലക ശില്പങ്ങൾ അവിടെ നിന്ന് മാറ്റണം എന്ന് പറയുന്ന ഫയൽ മൂവ് ചെയ്ത് തന്ത്രിയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ അവിടേക്ക് അന്വേഷണം പോകുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. പലരും അതുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകളും അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ മാധ്യമങ്ങളടക്കം അക്കാര്യത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളൊരു വാസ്തവം തന്നെയാണെന്നുള്ള കാര്യം നമുക്ക് ഈ ഘട്ടത്തിലെങ്കിലും പറയേണ്ടതുണ്ട്. ഇവിടെ അറിയേണ്ടത് ഈ പറയുന്ന വലിയൊരു ഗൂഢാലോചന അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഉള്ളത്? ഈ നേരത്തെ ഈ 2019 മുമ്പ് തന്നെ ഈ ഗൂഢാലോചന നടക്കണമല്ലോ. മാത്രമല്ല ഇപ്പോൾ പത്മകുമാറും അന്ന് അവിടെ ഉണ്ടായിരുന്ന പത്മകുമാർ താഴെയുടെ ഈ ശങ്കർദാസ് ആയിക്കോട്ടെ, പത്മകുമാർ എൻ വാസും ആ ഘട്ടത്തിൽ നമുക്കറിയാം ശബരിമല യുവതീ പ്രവേശനവുമായി വലിയ ശത്രുതയുണ്ടായിരുന്ന രണ്ട് ആൾക്കാരാണ്. അപ്പോൾ ഈ രണ്ട് ശത്രുക്കൾ തമ്മിൽ ചേർന്നുകൊണ്ട് ഒരു കൊള്ളയ്ക്ക് വേണ്ടി ഗൂഢാലോചന നടത്തുമോ എന്നൊക്കെയുള്ള സാമാന്യ ചോദ്യം അവിടെ നിൽക്കും. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ഈ അന്വേഷണം നടക്കേണ്ടതുണ്ട്. SIT ആ കാര്യത്തിലേക്കൊക്കെ അന്വേഷണം നീങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ എന്തായാലും ഇപ്പോൾ ഡി മണി എന്ന് പറയുന്ന പുതിയൊരു അവതാരം വന്നിരിക്കുന്നു. അവിടെ മറ്റൊരു ഒരു കാര്യം കൂടെ നമുക്ക് ഈ ഘട്ടത്തിൽ പറഞ്ഞു പോകാം. വർഷൻ ശബരിമലയിൽ നിന്ന് 4 പഞ്ചലോക വിഗ്രഹങ്ങൾ കാണാതെ പോയി അല്ലെങ്കിൽ മോഷ്ടിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവാദം. ശബരിമലയിൽ പഞ്ചലോക വിഗ്രഹങ്ങൾ ഉണ്ടോ എന്നുള്ള അടിസ്ഥാന ചോദ്യം ആരും ചോദിക്കുന്നില്ല, ആരും ഉത്തരവും പറയുന്നില്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഹർഷൻ. റൈറ്റ്, അതാണ്. ഇതൊക്കെ കണക്കിൽപ്പെടുന്ന കാര്യങ്ങളാണോ, ഉള്ളതാണോ? ഇതൊക്കെ അങ്ങനെ ആ കാര്യത്തിലൊരു വ്യക്തത SIT വരുത്തിയിട്ടുണ്ടോ? ഇനി നമുക്കറിയാതെ അതീവ രഹസ്യമായിട്ടാണ് ഈ അന്വേഷണമൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളതിൽ നമുക്ക് ഏറ്റവും കൃത്യമായ ഏറ്റവും വ്യക്തമായ വിവരങ്ങൾ നൽകാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യമായി നിൽക്കുന്നുമുണ്ട്. പക്ഷേ നമ്മൾ സംശയിക്കുന്ന കാര്യം, അവിടെ ദേവസ്വം ബെഞ്ച് ഈ കാര്യത്തിൽ SITയുടെ അന്വേഷണത്തിൽ എല്ലാ അനുമോദനങ്ങളും കൊടുത്തു, അല്ലെങ്കിൽ യഥാർത്ഥ കുറ്റവാളികളിലേക്ക് തന്നെയാണ് ഈ അന്വേഷണം പോകുന്നത്, നേരായ മാർഗത്തിൽ കൂടി തന്നെയാണ് അന്വേഷണം നടക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു സിംഗിൾ ബെഞ്ചിൻ്റെ ഈ നിരീക്ഷണം വരുന്നു, അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള ചില കമൻറ്റുകൾ വരുന്നു. ഇതൊക്കെ യഥാർത്ഥത്തിൽ അന്വേഷണത്തെ സഹായിക്കുകയാണോ ചെയ്യുന്നത് എന്ന സംശയം അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. 2004 തന്ത്രി അല്ലെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തുമ്പോൾ അവിടെ തന്ത്രിയുമായാണ് ആകെ ബന്ധമുള്ളത് എന്നത് നമുക്കറിയാം. അത് എന്തുകൊണ്ടാണ്? ബാംഗ്ലൂരിലെ അയ്യപ്പ ക്ഷേത്രത്തിലെ തന്ത്രിയും ഈ തന്ത്രി തന്നെയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം. ഈ രുദ്ധം ജ്വല്ലറിയിൽ പൂജ ചെയ്യാൻ പോയത് തന്ത്രിയാണ് എന്നുള്ളത് നമുക്കറിയാം. തന്ത്രിയുടെ കയ്യിലായിരുന്നു വാജിവാഹനം എന്നുള്ളത് നമുക്കറിയാം. ഈ വിവാദം ഉണ്ടായപ്പോഴാണ് അത് തിരിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നത് എന്ന് നമുക്കറിയാം. ഈ വാജിവാഹനം മറ്റെവിടെയെങ്കിലുമൊക്കെ പൂജയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ടോ എന്ന സംശയം നിലനിൽക്കുന്ന സാഹചര്യം നമുക്കറിയാം. അല്ലെങ്കിൽ ഇത് വിശ്വാസികൾ തന്നെ ചർച്ചയ്ക്കെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വാജിവാഹനം എന്നത് മൃതാവസ്ഥയിലുള്ള ഒന്നാണല്ലോ മാറ്റിക്കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ അതെങ്ങനെയാണ് പൂജയ്ക്ക് കൊണ്ടുപോവുക? അങ്ങനെ അത് തന്ത്രി എന്തിനാണ് സൂക്ഷിച്ചു വയ്ക്കുക എന്നുള്ള ചോദ്യം വിശ്വാസികൾക്കിടയിൽ തന്നെ ഉയരുന്നുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിൽ അന്വേഷണം പോകേണ്ടത് എങ്ങോട്ടാണ് എന്ന് ഇനിയിപ്പോൾ SITക്കോ അല്ലെങ്കിൽ അതിന് നിരീക്ഷണം കൊടുക്കുന്ന കോടതിക്ക് തന്നെയോ എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തത കുറവ് ഉണ്ടാവാനുള്ള ഒരു സാഹചര്യവും നമ്മൾ കാണുന്നില്ല. പക്ഷേ ആ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്നത് തന്നെയാണ്
ഇപ്പോൾ മുഴുവൻ വിവരങ്ങളും SIT പുറത്തു വിടുന്നില്ല, അല്ലെങ്കിൽ കോടതി പുറത്തു വിടുന്നില്ല, എങ്കിലും മാറി നിന്ന് നിരീക്ഷിക്കുമ്പോഴും ഈ വാർത്തകൾക്ക് പിന്നാലെ മാധ്യമങ്ങൾ സഞ്ചരിക്കുമ്പോഴും സംശയിക്കാവുന്ന വിഷയങ്ങൾ ഇതൊക്കെ തന്നെയാണ് എന്നതാണ് വസ്തുതാപരമായി നിൽക്കുന്നത്. ഇതിലെ രാഷ്ട്രീയമായ ഏറ്റുമുട്ടലുകളുടെ തലമെടുത്താൽ സംശയമില്ലാതെ തന്നെ ഈ പറയുന്ന എങ്ങനെയാണ് UPAയുടെ അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധിക്ക് മുന്നിൽ ഈ സ്വർണ്ണക്കൊള്ളക്കാർക്ക് എത്താവുന്ന സാഹചര്യം ഉണ്ടായത്, ആരാണ് അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത്, എങ്ങനെയാണ് അടൂർ പ്രകാശിനും ആന്റണിക്കുമൊക്കെ ഈ ബന്ധം ആ നിലയ്ക്ക് ഉള്ളത് എന്ന ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെ ഈ കാര്യത്തെ രാഷ്ട്രീയമായി നേരിടാനാണ് ഇടതുമുന്നണിയും സർക്കാരുമൊക്കെ തീരുമാനിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ആ നിലയ്ക്കുള്ള ഏറ്റുമുട്ടലുകളുടെ ദിവസങ്ങളായിരിക്കും. മാത്രമല്ല, ഈ ഡി മണി എന്നത് ദാവൂദ് മണിയാണോ എന്ന ചർച്ച വേറൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിനെ വേറൊരു തരത്തിൽ വർഗീയമായി ചർച്ച ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഡി മണി എന്നത് ചെന്നൈയിലുള്ള ഒരു കച്ചവടക്കാരനാണെന്നും അതല്ല ദുബായ് മണി എന്നതാണ് ഡി മണി എന്നുമൊക്കെയുള്ള പലതരം ചർച്ച നടക്കുന്നു. യഥാർത്ഥ ഡി മണി ആരാണെന്ന് നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുമെന്നോ അല്ലെങ്കിൽ SIT പിടിച്ചുകൊണ്ടുവരുമെന്നോ നമുക്ക് പ്രതീക്ഷിക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം കോൺഗ്രസ് നേതാക്കളിൽ പലരും നിൽക്കുന്ന ചിത്രങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. പക്ഷേ അക്കാര്യം ഒന്നാം പ്രതിരോധമായി CPM ഇതുവരെ ഉയർത്തിയിരുന്നില്ല. പക്ഷേ പോറ്റിയെ കയറ്റിയ ഗാനമടക്കം വലിയ ക്ഷീണമുണ്ടാക്കിയ സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കോൺഗ്രസിൽ ഉറ്റ സുഹൃത്തുക്കൾ ഉണ്ടെന്ന് വസ്തുത നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ടത് CPIMന്റെ രാഷ്ട്രീയം ആവശ്യമായി തീർന്നിരിക്കുന്നു. സോണിയാഗാന്ധിയുടെ അപ്പോയിൻമെന്റ് നേടിയെടുക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ശുപാർശയും പിന്തുണയുമില്ലാതെ പോറ്റിക്ക് പറ്റില്ല എന്നതും വാസ്തവമാണ്. എന്നിട്ടും ഇക്കാര്യം ഇതുവരെ കാര്യമായി ഉന്നയിക്കാതിരുന്നത് CPIMന്റെ തന്ത്രപരമായ പിഴവാണ് എന്നതിലും സംശയമില്ല. പുരാവസ്തു മാഫിയയും കൊള്ളയ്ക്ക് പിന്നിലുണ്ട് എന്ന വിവരം വരുന്നു. ഡി മണിയെ പോലെ പുതിയ അപസർപ്പക കഥാപാത്രങ്ങൾ വരുന്നു. ED വരുന്നു. CBI മല കയറാൻ തയ്യാറായി നിൽക്കുന്നു. ഇനിയും ഏറെക്കാലം ശബരിമലയിൽ നിന്ന് തന്നെയാകും മലയാളത്തിലെ മുഖ്യ വാർത്തകളിൽ ഒന്ന് എന്ന് ഉറപ്പാണ്.